വെടിനിർത്തലിന് പിന്നാലെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലേക്ക് ലബനാൻ. ജനുവരി 9-ന് പാർലമെന്റ് യോഗം ചേരും. തെരഞ്ഞെടുപ്പിനായി ഫലപ്രദമായ സംഭാവന നൽകുമെന്ന് ഹിസ്ബുള്ള തലവൻ വ്യക്തമാക്കി. രാഷ്ട്രത്തലവനില്ലാതെ 2 വർഷമായി തുടരുന്ന ലബനാൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ ഒരുങ്ങുന്നു. ഇസ്രയേലും ലബനാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് തീരുമാനം. ഇതിനായി പാർലമെന്റ് യോഗം ജനുവരി 9-ന് ചേരും. സ്പീക്കർ നബീഹ് ബെറിയാണ് യോഗം ചേരാൻ നിർദ്ദേശം നൽകിയത്. മൈക്കിൾ ഔനിന്റെ കാലാവധി 2022 ഒക്ടോബറിൽ കഴിഞ്ഞതോടെയാണ് ലബനാൻ പ്രസിഡന്റില്ലാത്ത രാജ്യമായി മാറിയത്. ഹിസ്ബുള്ള സഖ്യകക്ഷികൾക്ക് വേണ്ടി വെടിനിർത്തൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ സ്പീക്കർ അതിവേഗം പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കി. പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനായി ഹിസ്ബുള്ള ഫലപ്രദമായ സംഭാവന നൽകുമെന്ന് ഹിസ്ബുള്ള തലവൻ വ്യക്തമാക്കുകയും ചെയ്തു. ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയ്ക്കോ എതിർ പാർട്ടിക്കോ കൃത്യമായ ഭൂരിപക്ഷമില്ലാത്തതിനാലായിരുന്നു ഇതുവരെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ സാധിക്കാത്തത്. അതേസമയം വെടിനിർത്തലിലൂടെ താൽക്കാലിക പരിഹാരമായെങ്കിലും ഇസ്രയേൽ ലബനാൻ സംഘർഷം അവസാനിക്കുന്നില്ല. 60 ദിവസത്തേക്കാണ് വെടിനിർത്തൽ. 14 മാസങ്ങൾ നീണ്ട ആക്രമണത്തിനാണ് ഇതോടെ ഒരു പരിധിവരെ പരിഹാരമായത്. 1 വർഷത്തിനിടെ ലബനാനിലെ ഇസ്രയേൽ ആക്രമണത്തിൽ 3700 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അധ്യക്ഷൻ ഹസൻ നസ്രുള്ള അടക്കമുള്ള ഹിസ്ബുള്ള നേതാക്കളും വധിക്കപ്പെട്ടു. അതേസമയം ഹിസ്ബുള്ളയുമായി യുദ്ധത്തിന്റെ പൂർണ്ണ അന്ത്യമല്ല ഇതെന്നും ഇസ്രയേൽ പറയുന്നുണ്ട്. അതിനിടെ കഴിഞ്ഞ 24 മണിക്കൂറിൽ ലബനാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 36 പേർ കൊല്ലപ്പെട്ടു, 17 പേർക്ക് പരിക്കേറ്റു. ലബനാന്റെ തെക്ക് കിഴക്കൻ മധ്യമേഖലകളിലാണ് വ്യാപക ആക്രമണം. എന്നാൽ അതിർത്തി പ്രദേശങ്ങളിലേക്ക് മടങ്ങാൻ കുടുംബങ്ങളെ അനുവദിക്കാൻ സമയമായില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും പ്രതിരോധ മന്ത്രിയും ഉത്തരവിട്ടു. തെക്കൻ ലബനാനിലെ ഇസ്രയേൽ സേന നിലയുറപ്പിച്ച ഭാഗങ്ങളിൽ പ്രവേശിക്കരുതെന്നും ഒഴിഞ്ഞുപോകാൻ ഉത്തരവിട്ട ഭാഗങ്ങളിലേക്ക് പൗരന്മാർ മടങ്ങരുതെന്നുമാണ് നിർദ്ദേശം. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.